സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക എന്നതിൻ്റെയൊക്കെ പലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻസ് നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബാൻ ആവുന്നതിനെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റിമൂവ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ തന്നെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലാക്ക് ലിസ്റ്റായിട്ടുള്ള IDs കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ബ്ലാക്ക് ലിസ്റ്റ് മീൻസ് അറിയാത്തവരാണ് നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ബാൻ ആയി പോയവരുണ്ടാവില്ല, അവർ IDs കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് കുറച്ച് കാരണങ്ങൾ കൂടെ ഉണ്ട്. ആ ഒരു കാരണങ്ങൾ കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ മാക്സിമം ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിച്ചേക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്ലാക്ക് ലിസ്റ്റ് കിട്ടി, എങ്ങനെയാണ് വന്ന് നോക്കി ഞാൻ ഈ വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ കാണാൻ ശ്രമിച്ചേക്കുക. കൂടാതെ ഈ വീഡിയോ ചെയ്തിട്ട് ലൈക്ക് അടിക്കാത്തവരാണ് ഇപ്പോൾ വീഡിയോ ഇടുന്ന ലൈക്ക് അടിച്ച് ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെൽ ബട്ടൺ കൂടെ ഓളം സെറ്റ് ചെയ്യാൻ ഞാൻ ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിന് അതുപോലെ തന്നെ ഇതേപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നതിന് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ ഹാക്കേഴ്സ് മീൻസ് നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് നമ്മളെ ടീമേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഹാക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരില്ല. പ്രോബ്ലംസ് അല്ല, നമ്മുടെ ടീമേറ്റൊക്കെ ഹാക്കറായിട്ടൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാവില്ല. BR കളിക്കുന്ന ആരും CS കളിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക് മീൻസ് റാൻഡായിട്ട് നമ്മളെ ഒരു ഹാക്കർ കാര്യങ്ങളൊക്കെ വരികയാണ്, നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ആയിട്ട് പെടാൻ വളരെ ചാൻസ് കൂടുതലാണ്. മീൻസ് ബാനായി പോകാൻ ചാൻസ് വളരെ കൂടുതലായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾ VPNs കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ ഡെയിലി VPN കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ ഒരു 90% എന്നും പറയാൻ പറ്റില്ല, ഒരു 20% മീൻസ് 20% പേർക്കെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബ്ലാക്ക് ലിസ്റ്റ് വന്നാൽ കൂടെ റിക്കവർ ചെയ്യാൻ പറ്റിയ ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. മീൻസ് എല്ലാ ബ്ലാക്ക് ലിസ്റ്റും നമുക്ക് മാക്സിമം എല്ലാം റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ VPNs കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കളിക്കുന്നവരാണ് മാക്സിമം VPN ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ അതിൽ പിന്നെ വേറെ മോഡായിട്ടുള്ള ഓരോ VPN മീൻസ് തേർഡ് പാർട്ടിയുള്ള ഒരു VPNs കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് പ്രോബ്ലംസ് വരിക. മെയിനായിട്ട് പറയുക, നമ്മൾ ഓരോ സൈറ്റിൽ നിന്നൊക്കെ VPNs കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കും. അങ്ങനത്തെ ഓരോ ലോക്കൽ VPNs കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതേപോലത്തെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും, മീൻസ് ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ആവുക. പിന്നെ അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ കുറേ പേരുണ്ടാവും ഗ്ലിച്ച് ഫയൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. മീൻസ് ഗ്ലിച്ച് ഫയൽ മീൻസ് നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്, ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം മാത്രമുള്ള ഓരോ ഫയൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ ആഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടുതലായിട്ടും ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള മെമ്പേഴ്സിനും കൂടുതലായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതൊക്കെ നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ കുറേ ഡയമണ്ട്സിന് വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് ഇതേപോലെ ഫയൽസ് കാര്യങ്ങൾ കയറ്റുക, അങ്ങനെയൊക്കെ ഒരു ഉടായ്പ പരിപാടി ഉണ്ടല്ലോ. അങ്ങനത്തെ പരിപാടി ഫയൽസ് കാര്യങ്ങളൊക്കെ കയറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ബാനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ മെമ്പേഴ്സ് ഉണ്ട് വേറെ സൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നവരാണ് ഇവർ ഓരോ സൈറ്റ് ആൻഡ്രോയിഡ് മൊബൈൽ നല്ല മീൻസ് നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന മെമ്പേഴ്സൊക്കെ വല്ല അന്യ സൈറ്റുകൾ മീൻസ് നമ്മുടെ ഫ്രീ ഫയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വേറെ വല്ല സൈറ്റിൽ നിന്ന് മീൻസ് നമ്മൾ പ്ലേ സ്റ്റോർ ഒഴികെ വേറെ ഇപ്പോൾ ആപ്പ് സ്റ്റോർ ആയാലും കുഴപ്പമില്ല. ആപ്പ് സ്റ്റോർ നമ്മൾ ആപ്പിളിലാണ്, ആൻഡ്രോയിഡിൽ പ്ലേ സ്റ്റോർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കുറേ മെമ്പേഴ്സ് ഉണ്ടാവും വേറെ സൈറ്റിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നവർ. അപ്പോൾ അങ്ങനെയൊക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് എന്തായാലും ബാനാവും. മീൻസ് നിങ്ങൾക്ക് ബ്ലാക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ പിന്നെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നല്ല, ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്കൊക്കെ ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളൊക്കെ വെറുതെ ആയിട്ട് നമ്മുടെ ടീംമേറ്റിന് വെറുതെ ചീറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. മീൻസ് നമ്മൾ ബാൻ റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, വെറുതെ ബാനാക്കി കൊടുക്കുന്നത്. അവർ വെറുതെ ചുമ്മാ ചെയ്യുന്നതാവും, പക്ഷേ അത് ഒരുപാടധികം ബാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മീൻസ് നമുക്കെതിരെ ചീറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമ്മുടെ IDs കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും വരാറ്. പിന്നെ നിങ്ങൾ ഹാക്ക് ചെയ്ത് കളിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരും, ബ്ലാക്ക് ലിസ്റ്റ് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ പേർക്ക് അറിയാനുണ്ടാവും മീൻസ് ഇതെങ്ങനെയാണ് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുക, മീൻസ് നമ്മൾ ബ്ലാക്ക് ലിസ്റ്റ് IDs കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇനി റിക്കവർ ചെയ്തെടുക്കുക എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. മീൻസ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്ത നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഒരു വീഡിയോ ലിങ്ക് കാര്യങ്ങളൊക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം. മീൻസ് നമ്മൾ അത് ചെയ്തത് കുറച്ച് ഓൾഡായിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങൾ. അപ്പോൾ ന്യൂ ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണം, ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് കമൻറ്റ് ഇട്ടേക്കുക. പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ആ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അതിൽ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് IDs കാര്യങ്ങളൊക്കെ റിക്കവറായി കിട്ടിയിട്ടെന്നൊക്കെ ഒരുപാട് മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടേക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചേക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ നമ്മുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം. ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അടുത്തൊരു വീഡിയോ സെറ്റാക്കാം.